السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على رسوله الكريم أما بعد. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, എല്ലാവർക്കും നബിദിന ആശംസകൾ നേരുകയാണ്. നാം ഉലമാക്കളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികൾ. അതിമഹത്തായ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് നാം ഓരോരുത്തരും. പ്രവാചക പാഠങ്ങൾ പഠിക്കാനും പകർത്താനും പകരാനും ഭാഗ്യം ലഭിച്ചവരാണ്. ഉമ്മത്തിൽ മറ്റാർക്കുമില്ലാത്ത വലിയ ഉത്തരവാദിത്തങ്ങൾ നാം ഉലമാക്കൾക്കുണ്ട്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്നത് വലിയ ഒരു പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെന്തിനേക്കാളും സ്നേഹിച്ചത് ഈ സമുദായത്തെയാണ്. അവിടുന്ന് പട്ടിണി കിടന്നതും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതും ഉറക്കമൊഴിഞ്ഞതും കണ്ണീരൊഴുക്കിയതും ഈ സമുദായത്തിനു വേണ്ടിയിട്ടാണ്. അവിടുന്ന് പോരാടിയതും മുന്നേറ്റങ്ങൾ നടത്തിയതും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതും ഈ സമുദായത്തിനു വേണ്ടിയിട്ടാണ്. വേർപാടിന്റെ നിമിഷങ്ങളിലും അവിടുന്ന് ഓർത്തത് ഈ സമുദായത്തെ തന്നെയാണ്. അവിടുന്ന് ഏറ്റവും പ്രിയം വെച്ച ഈ സമുദായം ഇന്ന് ഏത് അവസ്ഥയിലാണ്? ഈ സമുദായത്തിനായി ത്യാഗം സഹിക്കാനും ഉറക്കമൊഴിയാനും പോരാട്ടം നടത്താനും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഉലമാക്കളെ, പുന്നാര നബിയുടെ ഈ സമുദായം ഇന്ന് കേഴുകയാണ്. തെരുവോരങ്ങളിൽ തല്ലിച്ചതയ്ക്കപ്പെട്ടും വെട്ടിക്കൊല ചെയ്യപ്പെട്ടും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടും നിരപരാധികളായി ജയിലിലടയ്ക്കപ്പെട്ടും മസ്ജിദുകൾ തകർക്കപ്പെട്ടും മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളായി മുദ്രകുത്തപ്പെട്ടും ഈ സമുദായം ഇന്ന് കേഴുകയാണ്. നാമല്ലേ ഈ ഉമ്മത്തിനെ ഏറ്റെടുക്കേണ്ടത്? പ്രവാചകരുടെ അനന്തരാവകാശികളായ നാം പള്ളിമേടകളിൽ തളയ്ക്കപ്പെടേണ്ടവരല്ല. പ്രവാചക കാലത്തെ ബദറും ഉഹ്ദുമൊക്കെ വർത്തമാനകാലത്തും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ആ സമര പോരാട്ടങ്ങളിലെ നായകത്വം ഏറ്റെടുക്കേണ്ടവർ നാം ഉലമാക്കളാണ്. നിസ്കാരത്തിനും ആത്മീയ അനുഷ്ഠാനങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന നമുക്ക് വീണ്ടെടുപ്പിനായുള്ള പ്രവർത്തന മേഖലകളിലും പോരാട്ടങ്ങളിലും ഈ സമുദായത്തിന് മുന്നിൽ നിന്ന് തക്ബീർ മുഴക്കാനും നായകത്വം വഹിക്കുവാനും സാധ്യമാകണം. അന്ധകാര യുഗത്തിൽ ഉദിച്ച പ്രകാശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിരണങ്ങൾ കൊണ്ടുവന്ന പരിവർത്തനത്തിന്റെ നാളുകൾ നമുക്കും നടത്തപ്പെടണം. മക്കയിലെ കച്ചവടക്കാരനായ അബൂബക്കറിനെ ആത്മീയ വെളിച്ചത്തിലൂടെ സിദ്ദീഖുൽ അക്ബറാക്കി മാറ്റിയ പ്രവാചകർ, ഖത്താബിന്റെ മകൻ ഉമറിന്റെ ധീരതയും ശക്തിയും തിരിച്ചറിഞ്ഞ് ലോകരാഷ്ട്രീയ ഭൂപടത്തിലെ നീതിയുടെ പടവാളായ ഫാറൂഖ് ആക്കി മാറ്റിയ പ്രവാചകർ, മദ്യത്തിന്റെ ലഹരിയിൽ മതിമറന്നുപോയ ഹംസ എന്ന മനുഷ്യനിൽ മാനസിക പരിവർത്തനം വരുത്തി രക്തസാക്ഷികളുടെ നേതാവാക്കി മാറ്റിയ പ്രവാചകർ, അടിമയും അവർണ്ണനുമായി അടിച്ചമർത്തപ്പെട്ട ബിലാൽ എന്ന നീഗ്രോ അടിമയ്ക്ക് സ്വാതന്ത്ര്യവും അവകാശവും നൽകി സയ്യിദുനാ ബിലാൽ ആക്കി മാറ്റിയ പ്രവാചകർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ സമുദായത്തോടൊപ്പം നിന്ന് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴക്കി ശാക്തീകരണത്തിന്റെ പുതിയ മാതൃകകളാകാൻ നമുക്കും കഴിയണം. ഫാസിസത്തിന്റെ കരങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ഈ സമുദായത്തിന് പ്രതീക്ഷയുടെ ദാഹജലം നൽകേണ്ടുന്ന ഉത്തരവാദിത്വം നാം ഉലമാക്കൾക്കാണ്. മസ്ജിദുകളും മദ്രസകളും തകർക്കാനുള്ള വർഗീയ പരിവാരങ്ങളുടെ കുതന്ത്രങ്ങളുടെ മുന്നിൽ വീണ്ടെടുപ്പിന്റെ പൊൻകിരണങ്ങൾ പകരേണ്ടതും നാം ഉലമാക്കളാണ്. തെരുവുകളിൽ തല്ലിച്ചതയ്ക്കപ്പെടുന്ന ഉമ്മത്തിന് അതിജീവനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും സന്ദേശങ്ങൾ പകരേണ്ടതും നാം ഉലമാക്കളാണ്. കഅബയുടെ ചാരത്തിരുന്ന് മുൻകാല മുസ്ലിമുകളുടെ പീഡന ചരിത്രങ്ങൾ പറഞ്ഞും പിൽക്കാലത്ത് നടപ്പിലാക്കേണ്ടുന്ന വിമോചന സന്ദേശങ്ങൾ പറഞ്ഞും സഹനതയുടെയും ലക്ഷ്യബോധത്തിന്റെയും പ്രവാചകാധ്യാപനങ്ങൾ നടപ്പിലാക്കേണ്ടവർ നാം ഉലമാക്കളാണ്. പട്ടിണിയുടെ കൊടിമുടികൾ താണ്ടി നിൽക്കുന്ന അസ്ഥിക്കോലങ്ങളോട് ഖന്തക്കിൽ വെച്ച് സാമ്രാജ്യത്തിന്റെ കൊട്ടാരങ്ങൾ കീഴടക്കാനുള്ള ആർജവം പകർന്ന പ്രവാചകരുടെ വിമോചന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും നാം ഉലമാക്കളാണ്. കഅബയിൽ നിന്ന് തല്ലിയിറക്കുമ്പോഴും
ഈ കഅബയുടെ അധികാരം എന്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞ വീണ്ടെടുപ്പിന്റെ സന്ദേശങ്ങൾ നൽകിയ പ്രവാചകരുടെ അധ്യാപനങ്ങൾ ഈ സമുദായത്തിന് നൽകേണ്ടുന്നതും നാം ഉലമാക്കളാണ്. നബിതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലും മാസത്തിലും നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. പ്രവാചകരുടെ സമുദായത്തെ ശത്രുക്കളുടെ കൈകളിൽ ഞെരിഞ്ഞമരാൻ നാം അനുവദിക്കുകയില്ല. പ്രവാചകരുടെ സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുവാനും തകർക്കുവാനുമുള്ള ശത്രുക്കളുടെ ശ്രമങ്ങളുടെ മുന്നിൽ നാം നിശബ്ദരാവുകയില്ല. പ്രവാചകരുടെ സമുദായത്തെ വോട്ട് ബാങ്കുകളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ആലയത്തിൽ തളയ്ക്കപ്പെടാൻ നാം അനുവദിക്കുകയില്ല. പ്രവാചകരുടെ സമുദായത്തെ തമ്മിലെടുപ്പിച്ച് ചോരയൊറ്റി വിർക്കുന്ന കപട മേലാളന്മാരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുവാനും നാം തയ്യാറാവുകയില്ല. നാം പ്രവാചകരുടെ അനന്തരാവകാശികളാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിഷ്കളങ്കതയോടെയും നിർഭയത്വത്തോടെയും പ്രവർത്തന പോരാട്ട മേഖലകളിൽ സജീവമാകാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ ദുആക്കളിൽ ഈ വിനീതന്റെ ദീനീ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർക്കണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് നിർത്തുകയാണ് നിങ്ങളുടെ പ്രിയ സഹോദരൻ മുഹമ്മദ് അഫ്ലൽ കൊല്ലം. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.